عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، بسم الله ما شاء الله. 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 بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. قال رسول الله صلى الله عليه وسلم: مجلس العلم روضة من رياض الجنة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലുറങ്ങും പ്രവാചകരെ. അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലുറങ്ങും പ്രവാചകരെ. മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മിനാര നീലേ. മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മിനാര നീലേ. അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലുറങ്ങും പ്രവാചകരെ. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ മഹനീയമാകുന്ന
അല്ലമീൻ യൂത്ത് വിങ്ങിന്റെ ഈ മഹനീയമാകുന്ന പ്രഭാഷണ സദസ്സിലേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, സയ്യിദന്മാർ, മുത്തഅല്ലിമീങ്ങൾ, കാരണവന്മാർ, രക്ഷിതാക്കൾ, മദ്രസയിൽ വിദ്യാർത്ഥികൾ, അതുപോലെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാർ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ കടക്കുവാൻ കാരണമാകുന്ന മജ്ലിസായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മൾ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാര്, നമ്മളെ സ്നേഹിച്ചവര്, സഹകരിച്ചവര്, സഹായിച്ചവര്, നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയവര് പലരും ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബർ നീ വിശാലമാക്കണേ റബ്ബേ. ഖബർ നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ വസ്ത്രം കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ എല്ലാ സുഖാസ്വാദനങ്ങളും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പരിശുദ്ധമാക്കപ്പെട്ട റജബിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളിലൂടെ, രാത്രികളിലൂടെ കടന്നു പോവുകയാണ് റഹ്മാനെ. അള്ളാഹു ഇവിടെ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റഹ്മാനെ നീ കബൂലിയത്ത് നൽകി അനുഗ്രഹിക്കണേ നാദാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് റജബ് മാസം. നമ്മളിലേക്ക് കടന്നു വരുമ്പോ ആ റജബ് മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് നന്മകൾ ചെയ്തിട്ട്, ഒരുപാട് അൽഹംദുലില്ലാ, ഒരുപാട് നന്മയാർന്ന അദ്കാറുകളും ദുആകളും ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗം എന്ന് പറയുന്ന ഏറ്റവും വലിയ പാന്താവിലേക്ക് കടക്കാൻ പറ്റും. ആ റജബിൽ നിന്ന് തുടങ്ങി ഇൻഷാ അല്ലാഹ് മാതാപിതാക്കളുടെ പൊരുത്തൻ വാങ്ങാനുള്ള ഒരു ചരിത്രവും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിന്ന് പിരിയണം. അള്ളാഹു പറയാനും പഠിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആദരവാകുന്ന പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ ഹബീബാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദിയിൽ വന്ന് കടന്നിരിക്കുന്നവരോട് പറയുകയാണ് അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹിയുടെ പേരെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ആരെങ്കിലും ഒരാൾ മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അത് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പാന്താവിലേക്ക് കടക്കാനുള്ള കാരണം എൻ്റെ പ്രിയമുള്ളവരെ പടച്ച തമ്പുരാൻ നിദാനമാക്കുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ, സഹാബത്തിന്റെ പേര് പറയുമ്പോ, മഹാന്മാരുടെ പേര് പറയുമ്പോ ആവേശത്തോടുകൂടി സുള്ളയുടെ പരിസരത്ത് വന്ന് നിറഞ്ഞിരിക്കുന്ന എൻ്റെ പ്രിയമുള്ള ഉപ്പമാരെ സ്വലാത്ത് ചൊല്ലുക. അൽഹംദുലില്ലാഹ്. സ്വർഗത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നവരോട് പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം കടന്നു വന്നല്ലോ, ശഅബാൻ കടന്നു വരാൻ പോവുകയാണല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട പള്ളിക്കകത്തിരുന്ന് ഉസ്താദുമാര് ദുആ ചെയ്യുന്നുണ്ടല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഅനാ ശഹ്റ റമളാൻ. പടച്ചവനെ റജബിലും ശഅബാനിലും അല്ലാഹ് പടച്ചവനെ ബറക്കത്ത് തരണേ അല്ലാഹ്. വബല്ലിഅനാ റമളാൻ. പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസമുണ്ടല്ലോ, ഞങ്ങളിലേക്ക് ആഗതമാക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരോട് പറയുകയാണ്, മോനെ ഏത് സമയത്തും എൻ്റെ പ്രിയമുള്ളവരെ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയേണ്ടതാണ്. ഏത് സമയത്തും എൻ്റെ പ്രിയമുള്ളവരെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറയേണ്ടതാണ്. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നവരോട് പറയുകയാണ്, ഒരുപാട് ഹറാമുകൾ ചെയ്തവര്, ഒരുപാട് തിന്മകൾ ചെയ്തവര്, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തവര്, നമസ്കരിക്കാതെ സുള്ളിയുടെ പരിസരത്തിലൂടെ കള്ളു കുടിച്ചുകൊണ്ട്, തിന്മകൾ ചെയ്തുകൊണ്ട്, ഹറാമുകൾ ചെയ്തുകൊണ്ട്, ഹാൻഡ്സ് വെച്ചുകൊണ്ട്, കൂള് വെച്ചുകൊണ്ട്, ഹറാമിന്റെ പറുദീസയിലൂടെ സുള്ളിയുടെ പരിസരത്തിലൂടെ ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, ഈമാനില്ലാതെ പോയവരോട് എൻ്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ഈ സദസ്സുണ്ടല്ലോ ഇത് മാറാനുള്ള സദസ്സാണ് ചെറുപ്പക്കാരാ. എൻ്റെ പ്രിയമുള്ള പെങ്ങളെ, ഇത് മാറാനുള്ള സദസ്സാണ് പെങ്ങളെ. നീ മരിക്കൂലയെന്ന് കരുതുന്നുണ്ടോ? മരിക്കൂലയെന്ന് കരുതുന്നുണ്ടോ? ഈ മനോഹരമാകുന്ന സുള്ളിയുടെ പരിസരത്തിലേക്ക് വഅലിന് വരുമ്പോ ഈ വിനീതന്റെ പ്രിയപ്പെട്ടവന്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ അടുത്ത ആഴ്ച നിങ്ങൾ വഅല് പറയുന്ന കബക്കയുണ്ടല്ലോ, കള്ളന്റെ അടുക്കയുണ്ടല്ലോ, അവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉസ്താദേ വിട
പറഞ്ഞു പോയതാ. പടച്ചവനെ, 3 മക്കളുള്ളൊരു ഉമ്മയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയത്. 20 ദിവസം മുമ്പ് ഒരു പാവപ്പെട്ട കുട്ടിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജന്മം കൊടുത്തത്. അല്ലാഹുവേ, ഫാത്തിമ സുഹറ എന്ന് പറയുന്ന പാവപ്പെട്ട പെൺകുട്ടിയുണ്ടല്ലോ, ഇന്ന് മയ്യത്താ, ഇന്ന് ജനാസയാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരോട് പറയുകയാണ്, ഇത് മാറാനുള്ള സദസ്സാണ്, ഇത് മാറാനുള്ള സദസ്സാണ്. ഈ മനോഹരമാകുന്ന സ്വർഗത്തിന്റെ വേദി നടക്കുമ്പോ അല്ലമീന്റെ പ്രിയപ്പെട്ട യൂത്ത് വിങ്ങിന്റെ ചെറുപ്പക്കാർ ഈ സ്വർഗത്തിന്റെ വേദി നടത്തുമ്പോ ഇതിനെ എതിർത്താനും കുറ്റപ്പെടുത്താനും മോശപ്പെടുത്താനും നടന്നവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബാ ചെയ്തോ. അല്ലാഹുവേ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന 100 കണക്കാന സാധുക്കളുണ്ട് അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ മജ്ലിസ് കല്ല റബ്ബേ. അല്ലാഹുവേ, ഇത് ഞങ്ങളുടെ തൗബയായി കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് പറയുകയാണ്, റജബിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ റജബിലുള്ള ഒരുപാട് പേര് ഖബറിലാണ്, നമ്മുടെ കൂടെ ശഅബാനിലുള്ള പലരും ഇന്ന് ഖബറിലാണ്. കഴിഞ്ഞ കൊല്ലം ഇവിടെ വഅദ് പറയാൻ വന്ന ഉസ്താദുമാര് പലരും ഇന്ന് ഖബറിലാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരോ, ഇത് മാറാനുള്ള സദസ്സാണെന്ന് പറയുകയാണ്. റജബിന് ഒരുപാട് മഹത്വമുണ്ട് പ്രിയമുള്ളവര്. ഞാനൊന്ന് സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ, അല്ലാഹുവേ, റജബ് 1 പ്രിയപ്പെട്ടവരെ കടന്നു വന്നപ്പോ പടച്ചവന്റെ പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോയിട്ട്, അല്ലാഹുവേ, ഇത് റജബ് 1 ആണല്ലോ അല്ലാ, ഞങ്ങൾക്ക് നീ ബറക്കത്ത് തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി റബ്ബേ, റജബിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലോ പുറത്തു തരണേ എന്നാതോ, പുറത്തു തരണേ അല്ലോ. റജബ് 1 കടന്നു വന്നു. ഈ റജബ് 1 കടന്നു വന്നപ്പോ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, പടച്ചവന്റെ പള്ളിക്കകത്ത് പോയിരുന്നിട്ട് റബ്ബേ, ഈ റജബ് 1 ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയി അല്ലാ, ഈ റജബ് 1 ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാവങ്ങൾ നീ പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ചങ്ങാതിമാരെ ഞാനും നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളുടെയും വിചാരം, പടച്ചവനെ, ഞങ്ങളുടെ താടി നരച്ചിട്ടില്ലല്ലോ ഉസ്താദേ, ഞങ്ങളുടെ മുതുകൊന്നും വളഞ്ഞിട്ടില്ലല്ലോ ഉസ്താദേ, ഇപ്പോഴും ഞങ്ങൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒന്നും ഇല്ലല്ലോ ഉസ്താദേ, തല പോലും കഷണ്ടി പോലും ആയിട്ടില്ല ഉസ്താദേ, ഞങ്ങൾ മരിക്കൂല എന്ന് കരുതണ ചങ്ങാതിമാരോട് പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്തും അസ്റായിൽ വരും. അതുകൊണ്ട് അല്ലമീൻ അൽഹംദുലില്ലാ, ഈ യൂത്ത് വിങ് അൽഹംദുലില്ലാ ഒരുപാട് ചെറുപ്പക്കാരുടെ സംഘടനയാണ്. അവർ ഈ സദസ്സ് നടത്തുന്നത് ഒരുപാട് പൈസ കിട്ടുന്ന ലക്ഷ്യം വെച്ചിട്ടൊന്നല്ല. നമ്മുടെ നാട്ടിൽ അൽഹംദുലില്ലാ ഒരു ദീനീപരമാകുന്ന ഉത്ബോധനം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ നടത്തുന്ന സദസ്സ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാ, ഇത് മാറാനുള്ള സദസ്സ. നാളത്തേക്ക് നിങ്ങൾ വെക്കല്ലേ, അടുത്ത മണിക്കൂറുകളിലേക്ക് നിങ്ങൾ വെക്കല്ലേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഈ സമയം എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നമ്മൾ ഇൻഷാ അല്ലാഹ് അവസാനം ഒരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട്, റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ ആത്മാർത്ഥമായി തൗബ ചെയ്യണം. അല്ലാഹു കബൂലാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇസ്ലാമിൽ ഓരോ ദിവസങ്ങൾക്കും ഓരോ സമയങ്ങൾക്കും ഓരോ സന്ദർഭങ്ങൾക്കും ഓരോ മിനിറ്റുകൾക്കും അല്ലാഹു ബറക്കത്ത് തരുന്നുണ്ട്, ഒരു പ്രതിഫലം തരുന്നുണ്ട്. അതാ പറയണത് ചങ്ങാതിമാരെ, വീട് വെക്കുമ്പോ, വീട് താമസത്തിന് കയറുമ്പോ, കുട്ടിക്ക് പേരിടുമ്പോ, കുട്ടിക്ക് അലിഫ് എഴുതുമ്പോ, ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരു പുതിയൊരു വാഹനം മേടിച്ചാൽ ആ വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോഴൊക്കെ ദിവസം നോക്കി നിങ്ങൾ ഇറക്കണം എന്ന് പറയണം. എന്തേ? ചില സമയങ്ങൾക്കും ചില സന്ദർഭങ്ങൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് പ്രതിഫലമുണ്ട്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ മഹാമാര് പറയുന്നത്, തഅലീമു മാ അല്ലമല്ലാഹ് തഹ്കീറു മാ ഹഖറല്ലാഹ്. അല്ലാഹു എന്റെ പ്രിയമുള്ളവരെ ബഹുമാനിച്ച കാര്യങ്ങളുണ്ടല്ലോ, അതിനെ ബഹുമാനിക്കണേ. അല്ലാഹു എന്റെ പ്രിയമുള്ളവരെ നിരോധിച്ച കാര്യങ്ങളുണ്ട് ചെറുപ്പക്കാരാ, അതിനെ നിരോധിക്കണേ എന്നെന്റെ പ്രിയമുള്ളവരെ മഹാമാര് പറയുമ്പോ, അല്ലാഹു എന്റെ പ്രിയമുള്ളവരെ ബഹുമാനിച്ച മാസമേതോ റജബാണ് ചെറുപ്പക്കാരോ. റജബിന്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്, റജബിന്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ പാതാവിലേക്ക് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്ന നന്മകളുണ്ടല്ലോ, ഈ റജബിലൂടെ ചെയ്തു കൊള്ളുക. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മസ്ജിദ് നബവിക്കകത്ത് തന്നെ പ്രിയമുള്ളവരെ കരയുകയോ.
അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതോ പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയമുള്ളവര് മസ്ജിദ് നബവിക്കകത്തുണ്ടല്ലോ, കരയുകയോ. പടച്ചവന്റെ പള്ളിക്കകത്തിരുന്ന് കൊണ്ട് പൊട്ടിക്കരയുന്ന ചെറുപ്പക്കാരന്റെ ചാരത്തേക്ക് ഒരു ചെറുപ്പക്കാരനാകുന്ന ഉബൈദ് തങ്ങള് കടന്നു വരികയോ. കടന്നു വന്നു കണ്ട കരയുന്ന സഹാബിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് സഹാബ കരയുന്നതെന്തിനാ, നൊമ്പരപ്പെടുന്നതെന്തിനാ, വേദനിക്കുന്നതെന്തിനാ എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട ഉബൈദ് തങ്ങളോട് ആ സഹാബി എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയോ, തങ്ങളെ ഇതേതു മാസമാണെന്നറിയോ, ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ, ഈ മാസത്തിന്റെ ബറക്കത്ത് എന്തെന്നറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉബൈദ് തങ്ങളോട് പറയുകയാണ്, തങ്ങള് ഇത് റജബാണ്, തങ്ങള് ഇത് റജബാണ്, തങ്ങള് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള മാസമാ എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ ഇബാദത്തിന്റെ പ്രിയപ്പെട്ടവരെ അധികരിച്ചുകൊണ്ട് സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പർദീസയിലേക്ക് കടക്കേണ്ട മാസമാ. അതുകൊണ്ട് ചെറുപ്പക്കാരോ, അതുകൊണ്ട് ചെറുപ്പക്കാരോ, ഈ റജബ് കടന്നു വരുമ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്തോ. അല്ലാഹുവേ, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവങ്ങളല്ലോ, അവർക്ക് നീ സൗഭാഗ്യം കൊടുക്കണേ റബ്ബേ, കൊടുക്കണേ അല്ലോ. പടച്ചവന്റെ റഹ്മത്തിന്റെ പ്രിയമുള്ളവരെ ഒരുമിച്ച് കൂടുന്ന മാസമാ റജബിന്റെ റാ ഉണ്ടല്ലോ, റഹ്മത്തുള്ളാ. റജബിന്റെ റാ എന്ന് പറയുന്നത് പടച്ചവന്റെ റഹ്മത്തോ. റജബിന്റെ ജീമുണ്ടല്ലോ, ജൂദുല്ലാ, അല്ലാഹുവിന്റെ ഔദാര്യമാണ് പ്രിയമുള്ളവരെ. റജബിന്റെ ബാ ഉണ്ടല്ലോ, എന്തെന്നറിയോ, ബിറുല്ലാ, പടച്ചവന്റെ ഗുണമാണെന്ന് എന്റെ പ്രിയമുള്ളവരെ മഹാമാര് പറയുമ്പോ പടച്ചവന്റെ റഹ്മത്താ, പടച്ചവന്റെ ഔദാര്യമാ, പടച്ചവന്റെ ഗുണമാ. ഈ മൂന്ന് ഗുണങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കൂടിച്ചേടുന്ന റജബുണ്ടല്ലോ. ഈ റജബന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോകുമ്പോ തോന്നിയവാസം കാണിക്കല്ലേ, തിന്മകൾ ചെയ്യല്ലേ, ഹറാമുകൾ ചെയ്യല്ലേ. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരെന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, തെറ്റ് ചെയ്യുന്നവര്, ഹറാമ് ചെയ്യുന്നവര്, കള്ളു കുടിക്കുന്നവര്, ഹാൻസ് വെക്കുന്നവര്, കൂള് വെക്കുന്നവര്, ഹറാമ് ചെയ്യുന്നവര്, ഫനാ പറയുന്നവര്, ഫസാദ് പറയുന്നവര്, ആരെങ്കിലും ഒരാൾ റജബ് മാസത്തിൽ എന്റെ പ്രിയമുള്ളവരെ തെറ്റുകൾ ചെയ്താൽ, ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ റജബ് മാസത്തില് തിന്മകളുടെ കൂമ്പാരം ചെയ്താൽ, അല്ലാഹുവേ, അവനിക്ക് പടച്ചു തമ്പുരാൻ ശിക്ഷകളുണ്ടല്ലോ വർദ്ധിപ്പിക്കുമെന്ന് മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ. ഒഴുകട്ടെ, ഈ സുള്ളിയുടെ പരിസരത്ത് വന്ന് കവിഞ്ഞിരിക്കുന്ന പെണ്ണുങ്ങളോട് പറയുകയാണ്, ഇവിടെ നിറഞ്ഞിരിക്കുന്ന നൂറുകണക്കാണ് പ്രിയമുള്ളവരോട് പറയുകയാണ്, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ റജബല്ലേ, റജബല്ലേ, സലാത്തുകൾ മദീനയുടെ നായകന്റെ ചാരത്തേക്ക് ഒഴുകട്ടെ. അല്ലാഹുവേ, ഹബീബേ മുഹമ്മദ് മുസ്തഫ ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ റജബിൽ നീ തിന്മ ചെയ്താൽ മോനെ ചങ്ങാതി നീ പേടിച്ചോ, കാരണം നിനക്ക് അല്ലാഹു ഇരട്ടി ശിക്ഷകൾ നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ റജബില് ടിവി കണ്ടാൽ, റജബില് നീ ഹറാമ് കണ്ടാൽ, റജബില് നീ കള്ളു കുടിച്ചാൽ, റജബില് നീ മോശത്തരങ്ങൾ ചെയ്താൽ നഊദു ബില്ലാഹ് നിനക്ക് അല്ലാഹു ശിക്ഷകൾ ഇരട്ടിപ്പിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി തെറ്റ് ചെയ്യാൻ നിൽക്കല്ലേ, ഇനി തിന്മകൾ ചെയ്യാൻ നിൽക്കല്ലേ. ഞാൻ പറഞ്ഞു സമയമില്ല, സമയമില്ല. നമ്മുടെ പ്രിയപ്പെട്ട നൗഷാദ് ഹാജി അല്ലാഹു സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. സൂറൽപാടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ 5 മക്കളെ യതീമാക്കിയിട്ട് ആ സാധു എന്ന ഖബറില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ വിധവയാ. ഞാൻ കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ദുആ ചെയ്യുമ്പോ എന്റെ ചാര വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആമീൻ പറയുക. എന്റെ പ്രിയപ്പെട്ടവരെ നൗഷാദ് ഹാജിക്ക് ഒരു അസുഖമില്ല, ഒരു രോഗമില്ല. നൗഷാദ് ഹാജി എന്റെ പ്രിയപ്പെട്ടവരെ വെളുത്തങ്ങാടിയിലുള്ള ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമായിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോയതാ. അദ്ദേഹവും മുഷറഫ് എന്ന് പറയുന്ന ഡ്രൈവറും എന്റെ പ്രിയപ്പെട്ടവരെ സ്പോട്ടിൽ വിട പറഞ്ഞു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ, അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ നൗഷാദ് ഹാജി നമുക്കൊരു മാതൃകയാ. നൗഷാദ് ഹാജി നമുക്കൊരു പാഠമാ. ഒരു കുഴപ്പമില്ല, മരിക്കണതിന് കുറച്ച് ദിവസം
ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ സൂറൽ പടി ഒരു ഡേറ്റ് വേണം, തരൂലേ? ഞാൻ പറഞ്ഞു, ഉസ്താദിക്ക നിങ്ങൾക്കല്ലാതെ ആർക്കാ തരണേന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ ഫോൺ വെച്ചതാ. പക്ഷേ അദ്ദേഹം ഇന്ന് ഖബറില്ല, ഒരു അസുഖവും ഇല്ല. നമ്മൾ ആരും വിചാരിച്ചില്ല. അതാ പ്രിയപ്പെട്ടവരെ, മരിക്കും. ഈ റജബിൽ നിങ്ങൾ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ ഇരട്ടി ശിക്ഷകൾ നൽകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ തെറ്റുകളിലും റജബ് മാസത്തിൽ തൊട്ട് മാറി നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നന്നായിക്കോ. എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് മാസം ഒരുപാട് നന്മകളുടെ കുമ്പാരമാണ്. റജബ് മാസം ഒരുപാട് പ്രതിഫലങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു തരുന്ന മാസമാണ്. ഒരു മനോഹരമാകുന്ന ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോ കേട്ടിട്ടുണ്ടാകൂല. ഒരു മനോഹരമാകുന്ന ചരിത്രം, റജബ് മാസത്തിന്റെ പവിത്രത എന്താണ് എന്നറിയിക്കാൻ ഇനി വേറൊരു ചരിത്രങ്ങളും ഒന്നും നിങ്ങൾ തപ്പണ്ട. നിങ്ങൾ ഒരു യൂട്യൂബിൽ നോക്കണ്ട, ഈ ഒരു ചരിത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഏതെന്നറിയോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ചരിത്രമുണ്ട്. ഈസാ നബി എന്ന് പറയുന്നത് ആരാ? അതിന് നമ്മൾ അത് പഠിക്കണമല്ലോ. റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസാ നബിയുടെ ചാരത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു കൂട്ടം ഇങ്ങനെ കടന്നു വന്നുകൊണ്ട് ഈസാ നബിയോട് പറയുകയാണ്, ഈസാ നബിയേ, ഞങ്ങളുടെ നാട്ടില് പകർച്ചവ്യാധിയുണ്ടല്ലോ, പിടിച്ചിരിക്കുകയോ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെന്റെ പ്രിയമുള്ളവരെ ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ ഈസാ നബി പറയുന്നതെന്തോ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുണ്ടല്ലോ, പോയിട്ട് അവിടെ ഇരിക്കുക, അവിടത്തേക്ക് ഞാൻ കടന്നു വരുന്നതാണെന്ന് ഈസാ നബി എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ നാട്ടുകാർ മുഴുവനുമുണ്ടല്ലോ അവരുടെ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ കടന്നു ചെല്ലുകയോ. അവിടെ ചെന്നുകൊണ്ട് ആകാശത്തിന്റെ അധിപനിലേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയോ. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ എന്നും ജീവിച്ചിരിക്കുന്ന പടച്ചവനെ, രോഗങ്ങൾ തരല്ലേ അല്ലോ, അസുഖങ്ങൾ തരല്ലേ അല്ലാ, പകർച്ചവ്യാധികൾ കൊണ്ട് പടച്ചവനെ പരീക്ഷിക്കരുതേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തപ്പോ പകർച്ചവ്യാധി എന്റെ പ്രിയപ്പെട്ടവരെ മാറിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ ഈസാ നബിയുടെ പൊരുത്തം തരണേ അല്ലാ, തരണേ റബ്ബേ. ഈസാ നബി ദുആ ചെയ്തു. മാരകമാകുന്ന പകർച്ചവ്യാധി, കോവിഡ്, ഒമിക്രോൺ വൈറസ്, വസൂരി പോലുള്ള രോഗം എന്ത് ചെയ്തു? ഈസാ നബിയുടെ കാലഘട്ടത്തിൽ നിന്നും മാറി. യാ ഹയ്യു യാ ഖയ്യൂം ലാ മർളാ എന്ന് പറയുന്ന ദുആ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തപ്പോൾ ഒന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈസാ നബി എന്ന് പറയുന്നത് അത്രത്തോളം പവറുള്ള മനുഷ്യനാണ്. ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യുകയാ. ഈസാ നബി ഇങ്ങനെ യാത്ര ചെയ്യുകയാ. യാത്ര ചെയ്യാത്തവര് ആരും ഉണ്ടാകില്ല. കിലോമീറ്റർ കണക്കാണ് ദൂരെ യാത്ര ചെയ്യണവരുണ്ടാകും. ചിലപ്പോ സുള്ളിയുടെ ബൗണ്ടറിയുടെ പുറത്തേക്ക് പോകാത്ത ചില ചങ്ങാതിമാരുണ്ടാകും. പക്ഷേ സുള്ളിയുടെ ജംഗ്ഷനിൽ വന്നിട്ട് അളിയോ ഇന്നലെ ഞാൻ അവിടെ പോയി അപ്പുറം പോയി ഇപ്പുറം പോയി തള്ളുന്ന ചില കൂട്ടുകാരുണ്ട്. അതല്ല ഞാൻ പറഞ്ഞേ. ചിലപ്പോ ജംഗ്ഷന്റെ തൊട്ടപ്പുറത്ത് പോലും പോകാതെ വീടിന്റെ അകത്ത് അടയിരിക്കുന്ന ചില ചങ്ങാതിമാരുണ്ടാവും. അവരെ പറ്റിയല്ല പറഞ്ഞേ. യാത്ര നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് സങ്കടങ്ങളും നിങ്ങൾക്ക് വേദനകളും നൊമ്പരങ്ങളും ഒക്കെ വരുമ്പോ ഒന്ന് ഇൻഷാ അല്ലാഹ് ഒരു നല്ല ഒരു പ്രകൃതി സ്ഥലമൊക്കെ കണ്ടാൽ അവിടെയൊക്കെ പോയി ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് കാണുന്നത് നല്ലതാ. ഉസ്താദ് പറഞ്ഞല്ലേ, മനസ്സിന് വിഷമം വരും, വീട്ടുകാരോട് ആരും പറയാതെ 2 ബൈക്ക് എടുത്തിട്ട് ചിക്കമംഗ്ലൂർ ഒന്ന് പോയിട്ട് വരാം. അതല്ല ഞാൻ പറഞ്ഞേ. എന്റെ പ്രിയപ്പെട്ട, നമുക്കൊരു സങ്കടം വരുമ്പോ നമ്മൾ നല്ല പ്രദേശത്ത് പോയിട്ട് ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണുമ്പോൾ അല്ലെ കടലിന്റെ പരിസരത്ത് പോയി നിന്നിട്ട് അതൊക്കെ ഒന്ന് കാണുമ്പോൾ അത് മനസ്സിന് എന്റെ പ്രിയപ്പെട്ടവരൊരു സമാധാനമാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ യാത്ര ചെയ്യണം. യാത്ര ചെയ്യാതെ ഒരിക്കലും വീടിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ചടഞ്ഞുകൂടി ഇരിക്കാൻ പാടില്ല. അല്ലാഹു നമ്മുടെ യാത്രകളിലൊക്കെ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പ്രിയപ്പെട്ട അല്ലമീൻ യൂത്ത് വിങ് ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ പറയാ,
വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചോടിക്കണം. അപകടങ്ങൾ പ്രിയപ്പെട്ടവരെ പെറ്റുപറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വാർത്ത നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഒരു ലോറിയും ഒരു ചെറിയൊരു വാഹനവുമായിട്ട് ഇടിച്ചിട്ട് അഞ്ച് കൂട്ടുകാരൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയി. മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരുമായിക്കോട്ടെ, പക്ഷേ ആ കുടുംബത്തിന് അള്ളാഹു കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ടവർ വലിയൊരു പരീക്ഷണമാണ്. അള്ളാഹു ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ അള്ളാഹുർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഹനമൊക്കെ ഓടിക്കുമ്പോൾ ചങ്ങാതിമാരെ ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിക്കണം. ചില ചങ്ങാതിമാരെ ഹെൽമെറ്റ് ഇട്ട് ഓടിക്കൂല. ചില ചങ്ങാതിമാരുടെ ഇപ്പോൾ ഹെൽമെറ്റിന്റെ മേളിൽ 2 കൊമ്പൊക്കെ അടച്ചവനെ അള്ളാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ അല്ലേ. വണ്ടി ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം. അതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ ഉറങ്ങിയിട്ടേ വണ്ടി ഓടിക്കാവൂ. അല്ലാതെ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വന്നാൽ കട്ടൻ ചായ കുടിച്ചിട്ട് വണ്ടി കണ്ണൻ ചായ അത് കുടിച്ചിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. കാരണം എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ട് പറയാ, 2, 4, 6 മാസം മുമ്പ് എൻ്റെ വണ്ടി ഓടിക്കണ ചങ്ങാതി എൻ്റെ പ്രിയപ്പെട്ടവരെ ഉറക്കം വന്നതാ. കട്ടൻ ചായ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചതാ. പക്ഷേ കട്ടൻ ചായ ഓംപ്ലേറ്റും ബ്രെഡൊക്കെ കഴിച്ചിട്ട് ഈ ചങ്ങാതി കിടന്നുറങ്ങി. ഞാൻ ഓർത്ത് ഇതൊക്കെ മേടിച്ചു കൊടുത്തോൻ ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നു. അതാ പറയുന്നത്, ഉറക്കം വന്നാൽ വണ്ടി ഏതെങ്കിലും സൈഡിൽ നിർത്തിയിട്ട് എന്ത് ചെയ്തോണം, വണ്ടി ഓടിച്ചാൽ മതി. 5-10 മിനിറ്റ് നിങ്ങൾ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ആയുസാ വലുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സദസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോൾ, അല്ലെ ഞാൻ വാഹനത്തിൽ പോകുമ്പോൾ എൻ്റെ വണ്ടി ഇടിച്ചിട്ട് എൻ്റെ വീടിൻ്റെ ഉമ്മറത്തേക്ക് എൻ്റെ മയ്യത്താണ് കൊണ്ടു ചെല്ലുന്നതെങ്കിൽ എൻ്റെ വാപ്പയുടെയും എൻ്റെ ഉമ്മയുടെയും എൻ്റെ കൂട്ടുകാരുടെയും കുടുംബാദികളുടെ ഉസ്താദുമാരുടെയും അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ യാത്ര ചെയ്യണം, പക്ഷേ സൂക്ഷിച്ച് ചെയ്യണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നേപ്പാളിൽ അല്ലേ ഒരു വിമാനം എൻ്റെ പ്രിയപ്പെട്ടവർ അപകടപ്പെട്ടത് കണ്ടില്ല? നിമിഷ നേരം മതി. നമ്മൾ ഓർക്കും എല്ലാം മംഗലാപുരത്ത് നമ്മളെല്ലാവരും വിചാരിച്ചത് ആ പ്ലെയിൻ ലാൻഡ് ചെയ്തപ്പോൾ ഒന്നും പറ്റൂല, അവരെ നേരെ റൺവേയിൽ ഇറങ്ങി അവരുടെ കുടുംബക്കാരെ കാണുമെന്ന. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ മംഗലാപുരത്തിന്റെ റൺവേയിലൂടെ വിമാനം ഓടിച്ചെന്ന് അടുത്ത കൊക്കയിലേക്ക് ആ വിമാനം താഴ്ചയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ ഇടിച്ചിറങ്ങിയപ്പോ നഷ്ടപ്പെട്ടത് എത്രയോ പാവങ്ങളുടെ ജീവനാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് യാത്ര ചെയ്യുമ്പോൾ ചൊല്ലാനുള്ളതൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് സുബ്ഹാനല്ലാഹി സഖറ അതൊക്കെ ചൊല്ലിയിട്ട് വേണം ഇൻഷാ അല്ലാഹ് ഇറങ്ങാൻ. അല്ലാഹു നമ്മുടെ യാത്രയിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ ഈ യാത്ര ചെയ്യുകയോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്കോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ എൻ്റെ പ്രിയമുള്ളവരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ ദൂരെ എൻ്റെ പ്രിയമുള്ളവരെ ഒരു പ്രകാശം ഇങ്ങനെ കാണുകയാണ്. വല്ലാതെ ഇങ്ങനെ പ്രകാശിച്ചിരിക്കുന്ന ഒരു സ്ഥലം ഇങ്ങനെ കാണുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ അമ്പരന്ന് പോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ഓടിച്ചെല്ലുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ പ്രകാശിക്കുന്ന ഭാഗത്തേക്ക് ഓടുകയോ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അതെന്തെന്നറിയോ? മനോഹരമാകുന്ന പർവ്വതം എൻ്റെ പ്രിയമുള്ളവരെ പ്രകാശിച്ചിരിക്കുകയാണ്. മനോഹരമാകുന്ന പർവ്വതമുണ്ടല്ലോ അതിങ്ങനെ പ്രകാശിച്ചിരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ പടച്ചവനോട് പറയുകയോ, ഈ ഈസ എന്ന് പറയുന്നു പ്രവാചകനുണ്ടല്ലോ ഒരുപാട് യാത്ര ചെയ്തവനാണല്ലോ, ഒരുപാട് പർവ്വതങ്ങൾ കണ്ടല്ലോ, ഒരുപാട് മലകൾ കണ്ടല്ലോ, ഒരുപാട് സമുദ്രങ്ങൾ കണ്ടല്ലോ, ഒരുപാട് നദികൾ കണ്ടല്ലോ. എന്നാൽ ഇതുപോലെ പർവ്വതമുണ്ടല്ലോ, ഇതുപോലെ പ്രകാശിക്കുന്ന പർവ്വതമുണ്ടല്ലോ ഈസ എന്ന് പറയും നീ പ്രവാചകനുണ്ടല്ലോ കണ്ടിട്ടില്ലല്ലോ അല്ലാ. എന്നിട്ട് എൻ്റെ പ്രിയമുള്ളവരെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. യാ അല്ലാഹ്, എനിക്ക് ഒരുപാട് കഴിവുകൾ റബ്ബേ നീ തന്നല്ലോ റബ്ബേ, എനിക്ക് ഒരുപാട് നന്മകള് ഒരുപാട് കറാമത്തുകള് നീ തന്നല്ലോ അല്ലോ. മരിച്ചു കിടക്കുന്നവരെ പോലും പടച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവുണ്ടല്ലോ നീ തന്നല്ലോ അല്ലാ.
ഖുർആൻ ഈ മലയുമായി പർവ്വതമായിട്ട് ഒന്ന് സംസാരിക്കാൻ സൗഭാഗ്യം തരണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവര് ദുആ ചെയ്യുമ്പോ പ്രവാചകന്മാരെന്ന് പറയുന്നതോട് അവർക്കെന്റെ പ്രിയമുള്ളവര് മലകളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതോട് അവർക്കെന്റെ പ്രിയമുള്ളവര് കല്ലുകളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നതാണ് അവർക്കെന്റെ പ്രിയമുള്ളവര് മരങ്ങളുമായി സംസാരിക്കാൻ കഴിയുന്നതാണ് അവർക്കെന്റെ പ്രിയമുള്ളവര് മാടുകളുമായി സംസാരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ആദരവാകുന്ന പ്രവാചകനാകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോ ഒരു മാൻപേടെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളയോട് പറഞ്ഞത് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മുലയൂട്ടാൻ കഴിയാതെ യാ റസൂലല്ലാഹ് ഈ വലയിൽ കുടുങ്ങിക്കിടക്കുകയോ എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് റസൂലുള്ളയോട് പറയുമ്പോ അതാണ് പ്രിയമുള്ളവര് അമ്പിയാക്കൾ എന്ന് പറയുന്നത്, അതാണ് പ്രിയമുള്ളവര് പ്രവാചകന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറഞ്ഞു തരികയാണ്, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്, യാ അല്ലാഹ് ഈ മലയുമായി സംസാരിക്കാൻ സൗഭാഗ്യം തരണേ അല്ലാഹ്, സൗഭാഗ്യം തരണേ അല്ലാഹ്. ഉടൻ തന്നെ പടച്ചതമ്പുരാനന്റെ പ്രിയമുള്ളവരെ സൗഭാഗ്യം കൊടുക്കുമ്പോ ഈസാ നബി എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, അല്ലയോ പർവ്വതമേ ഇങ്ങനെ പുഞ്ചിരിക്കാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ പുഞ്ചിരിക്കാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് വല്ലാതെ പ്രഭയോടെ ഇങ്ങനെ നിൽക്കാൻ കാരണമെന്തോ, കാരണമെന്താണ്? ആ സമയത്ത് എന്റെ പ്രിയമുള്ളവരെ ആ പർവ്വതമുണ്ടല്ലോ പറയുകയോ, ഈസാ നബിയേ, ഈസാ നബിയേ ഈ പർവ്വതമാകുന്നോ എന്റെ ചുവട്ടിലുണ്ടല്ലോ ഒരാള് ജീവിച്ചിരിക്കുന്നുണ്ടേ. നബി നോക്കുമ്പോ ഒരു പർവ്വതം വല്ലാതെ പ്രകാശിച്ചിരിക്ക. ഇങ്ങനെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല, ഇങ്ങനെ വെട്ടൊന്നും ഇട്ടിട്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ. പക്ഷെ പർവ്വതം ഭയങ്കര പ്രകാശം. ഈസാ നബി ആ പർവ്വതത്തിനോട് സംസാരിക്കാൻ പടച്ചവനോട് സമ്മതം ചോദിച്ചു. ഈസാ നബിക്ക് സമ്മതം കൊടുത്തു. ഈസാ നബി എന്റെ പ്രിയപ്പെട്ടവരെ ചോദിച്ചു, പർവ്വതം എന്താണ് ഇങ്ങനെ പുഞ്ചിരിക്കാൻ, ഇങ്ങനെ പ്രകാശിക്കാനുള്ള കാരണം എന്തേ? ആ പർവ്വതം പറയുക, ഈസാ നബിയെ എനിക്ക് നിങ്ങളെ പറ്റി അറിയാം, നിങ്ങളുടെ കഴിവുകൾ അറിയാം, നിങ്ങളുടെ നന്മകൾ അറിയാം. പക്ഷേ ഈ പർവ്വതമാകുന്ന ഞാൻ ഇങ്ങനെ പ്രകാശിക്കാൻ കാരണം വേറൊന്നല്ല, വേറൊന്നല്ല. എന്റെ ചുവട്ടിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ട്, ഒരാള് അഭയം തേടിയിട്ടുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോ ഈസാ നബി എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാണ്. അല്ലാഹ് അതാരാണ് റബ്ബേ? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ഒരാളുണ്ടല്ലോ, ഒരാളുണ്ടല്ലോ ആ മലയുടെ ചൗട്ടിൽ നിന്നും എന്റെ പ്രിയമുള്ളവരെ ഇറങ്ങി വരികയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയമുള്ളവരെ ചോദിക്കുകയാണ്, മോനെ ഈ പർവ്വതത്തിന്റെ കീഴില് എത്ര കൊല്ലമായിട്ടോ, എത്ര വർഷമായിട്ടോ ഇതിന്റെ കീഴിൽ നീ ജീവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം എന്റെ പ്രിയമുള്ളവരെ മറുപടി പറയുകയാ, ഈസാ നബിയേ 600 കൊല്ലമായി നബിയേ, 600 കൊല്ലമായി നബിയേ, 600 കൊല്ലമായി ഞാൻ ഈ പർവ്വതത്തിന്റെ ചുവട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, അഭയം തേടിയിട്ടുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എന്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞെടുക്ക. എന്നിട്ട് അദ്ദേഹം പറയാ, ഞാൻ ഇവിടെ ജീവിക്കാനുള്ള കാരണം എന്തെന്നറിയോ? ഞാൻ ആദരവാകുന്ന പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിങ്ങളിൽ പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഞാൻ പടച്ചവനോട് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു, റബ്ബേ എന്നെ നീ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നീ പെടുത്തണേ റബ്ബേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ദുആ ചെയ്യും. ആ ദുആ ചെയ്ത് പടച്ചതമ്പുരാൻ എന്റെ ദുആ സ്വീകരിച്ചിട്ട് എനിക്ക് റസൂലുള്ളാഹിയുടെ കാലത്തോളം ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തന്നു. അതുകൊണ്ടാണ് 600 കൊല്ലം അൽഹംദുലില്ലാഹ് 600 കൊല്ലമായി ഞാൻ ഈ പർവ്വതത്തിന്റെ ചുവട്ടിൽ ഞാൻ വെറുതെ ഇരിക്കല്ല, ഞാൻ ഇബാദത്ത് ചെയ്യുകയാ, ഞാൻ നന്മകൾ ചെയ്യുകയാ എന്നെന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അല്ലാഹ്
ഇവൻ വലിയ ഭാഗ്യവാനാണല്ലോ റബ്ബേ, ഇവൻ ഒരുപാട് പ്രതിഫലങ്ങളുണ്ടല്ലോ റബ്ബേ. 600 കൊല്ലമായി പടച്ചവനെ ഇബാദത്ത് ചെയ്യുന്ന സഹോദരനാണല്ലോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് എന്നെ പ്രിയമുള്ളവരെ ഈസാ നബി ഉണ്ടല്ലോ പറയുകയോ യാ അല്ലാഹ്, ഇവനേക്കാൾ ബറക്കത്തുള്ളവനുണ്ടോ അല്ലാ? 600 കൊല്ലമായി 600 വർഷമായി ഈ മലയുടെ ചുവട്ടിലുണ്ടല്ലോ ഇബാദത്ത് ചെയ്യുന്ന ഇവനേക്കാൾ ബറക്കത്തുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാനോട് ഈസാ നബി എന്റെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ഈസാ നബിയതോ ചോദിക്കുമ്പോ ഈസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാ ഈസാ നബിയേ ഉണ്ട് നബിയേ എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ പടച്ച തമ്പുരാന് പറഞ്ഞു കൊടുക്കുകയാണ് ആരം നിറയോ റജബ് മാസം കടന്നു വരുമ്പോ ഹറാം ചെയ്തവരെ നീ അതിൽ പെടൂല. റജബ് മാസം കടന്നു വരുമ്പോ തിന്മകൾ ചെയ്തവരെ നീ അതിൽ പെടൂല. 600 കൊല്ലം എന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്തോ മനുഷ്യനേക്കാൾ പ്രതിഫലമുള്ള മനുഷ്യനാരോ? ബഹുമാനപ്പെട്ട ഈസാ നബി എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ് മൻസാമ മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ മിൻ റജബ ഫഹുവ അക്റമു മിൻ ഹാദാ. റജബ് മാസം കടന്നു വരുമ്പോ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ദിവസം എന്റെ പ്രിയമുള്ളവരെ നോമ്പ് നോറ്റാൽ അൽഹംദുലില്ലാഹ് അവനാണ് ബറക്കത്തുള്ളവനെന്ന് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ അല്ലാഹുവേ റജബ് കടന്നു വന്ന് ചെറുപ്പക്കാരാ, ശഅബാൻ കടന്നു വരാൻ പോവുകയാണ് ചെറുപ്പക്കാരോ, അതുകൊണ്ട് നന്മകളുടെ കൂമ്പാരത്തിലൂടെ കടന്നു പോയിക്കോ. അല്ലാഹുവേ 600 വർഷം ഇബാദത്ത് ചെയ്തവനേക്കാൾ പ്രതിഫലമുണ്ടല്ലോ റജബ് മാസം നോമ്പ് നോറ്റവന് കിട്ടുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്നേഹത്തിന് ഞാൻ പറയുകയാണ് റജബാണ് കടന്നു വന്നിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനില്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാരോ പൊട്ടിക്കരണ്ട് കൊണ്ട് പറയുകയാണ്, മഹാന്മാരാകുന്ന പണ്ഡിതന്മാര് വീണ്ടും അതോ പറയുകയാണ് റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ. റജബ് മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ. ഇത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, ഇത് തൗബയുടെ മാസമാണ്. എത്ര വലിയ കള്ള് കുടിച്ചാലും പെണ്ണ് പിടിച്ചാലും തിന്മകൾ ചെയ്താലും ചീട്ട് കളിച്ചാലും ഹറാം ചെയ്താലും വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയാലും എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ റജബുൻ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ ഇത് പാപമോചനത്തിന്റെ മാസമാണ്. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നവരോട് പറയുകയാണ്, ഈ സദസ്സിന്റെ അവസാനമുണ്ടല്ലോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യാൻ പോവുകയാണ്. അൽമീനിന്റെ യൂത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് നടത്തുന്ന സദസ്സാ. ഇത് വെറുതെ ആകൂല ചെറുപ്പക്കാരാ, ഇത് വെറുതെ ആകൂല പെങ്ങള്. ശഅബാൻ മാസമുണ്ടല്ലോ, ശഅബാനിന്റെ ബറക്കത്ത് എന്തോ വശഅബാൻ ശഹ്റുസ് സ്വലാഹ് വശഅബാൻ ശഹ്റുസ് സ്വലാഹ് നമസ്കാരത്തിന്റെ മാസമോ. നമസ്കരിക്കാത്തവര് ശഅബാനെങ്കിലും കടന്നു വരുമ്പോ ഒരുങ്ങിക്കോ. റമദാൻ മാസത്തിന്റെ പ്രതിഫലം എന്തെന്നറിയോ? റമദാൻ മാസത്തിന്റെ ബറക്കത്ത് എന്തെന്നറിയോ? വശഹ്റു റമളാൻ ശഹ്റു ഖുർആൻ. റമദാൻ മാസം എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ ഇവിടെ ഇരുന്ന് കൊണ്ടൊരു തീരുമാനമെടുത്തുകൊള്ളുക. ഉസ്താദേ, ഇന്നലെ വരെ ഉസ്താദേ തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് സുള്ളികളുടെ പരിസരത്തിലൂടെ നടന്നു ഉസ്താദേ, ഏത് സമയത്തും അസ്റായിൽ കടന്നു വരുമല്ലോ എന്നുള്ള ബോധമുണ്ട് ഉസ്താദ് എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് തൗബ ചെയ്തോ. റജബുൽ ഷഹ്റുൽ ഇസ്തിഗ്ഫാർ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ്.
റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ. റജബ് എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു താ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു താ അല്ലാഹ്. വശഅബാൻ ശഹ്റുസ് സ്വലാ. ശഅബാൻ എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ മാസമാണ്. വശഹ്റു റമളാൻ ശഹ്റു ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റമളാൻ മാസം എന്ന് പറയുന്നത് അത് ഖുർആനിന്റെ മാസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നലെ വരെ എങ്ങനെയും നടന്നു. ഇന്നലെ വരെ എത്ര തിന്മകൾ ചെയ്തോ. ഞാൻ പറയുക ചങ്ങാതിമാരെ, അൽഹംദുലില്ലാ വളരെ സന്തോഷം. ഒരു 16 17 ചെറുപ്പക്കാർ ചേർന്നുകൊണ്ട് അൽഹംദുലില്ലാ അല്ലമീൻ എന്ന് പറയണ ഈ ഒരു സദസ്സിന് അൽഹംദുലില്ലാ നയിക്കുമ്പോ അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അൽഹംദുലില്ലാ ചങ്കുറപ്പോടെ പറയാ ഉസ്താദേ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം അവര് നടത്തിയത് റജബിൽ മനോഹരമാകുന്ന ഒരു സ്വർഗത്തിന്റെ വേദിയാ. അല്ലാഹു ആ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിൽ 2-3 വയസ്സന്മാരുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ഇനിയും പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലേ 16 ചെറുപ്പക്കാരും കുറച്ച് പ്രായമുള്ളവരല്ലേ? ഉസ്താദാണ് അധ്യക്ഷൻ. അല്ലാഹു അവർക്കെല്ലാം ഖൈറ് നൽകട്ടെ. വളരെ സന്തോഷം. കാരണം നമ്മുടെ പള്ളിയുടെ പരിപാലകർ അവർക്ക് വേണ്ടതെല്ലാം അൽഹംദുലില്ലാ പുറകിൽ നിന്ന് ചെയ്തു. ഞാൻ അവരെ ഇരുത്തി പൊക്കല്ലോ എൻ്റെ പ്രിയപ്പെട്ടവർ. വളരെ സന്തോഷം. കാരണം ഇന്ന് പല നാട്ടിലും ചെല്ലുമ്പോൾ പല ആളുകളുടെയും പരാതി, ഉസ്താദേ അവിടെ ആ ചെറുപ്പക്കാരെ പറ്റി കുറ്റം പറയണം ഉസ്താദേ, ഉസ്താദ് അവരെ പറ്റി ഉസ്താദ് അത് പറയണം ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പല ആളുകളും പരാതി പറയും. പക്ഷെ അൽഹംദുലില്ലാ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഈ ചെറുപ്പക്കാരെ പറ്റി നല്ലതാ പറഞ്ഞു. അൽഹംദുലില്ലാ അല്ലാഹു സ്വീകരിക്കട്ടെ. പിന്നെ എല്ലാ നാട്ടിലും ഉണ്ടാവും. ഇപ്പോ ഈ വഅൽ നടക്കണ ഈ സദസ്സിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഫ്ലക്സിന് പകരം അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള കളി ഇവിടെ ലൈവായിട്ട് ഇട്ടാല് ആളുണ്ടാകുക. പടച്ചനെ പള്ളിയിൽ ഉസ്താദ് വരണ്ടാകും മുമ്പിൽ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് അതുകൊണ്ട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് മാറാ സമയമായി. ഏത് സമയത്തും വിട പറയാം. റജബിൽ വിട പറയുന്നവൻ അല്ലാഹു ഒരുപാട് പ്രതിഫലം തരുന്നുണ്ട്. റജബിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിട പറയുന്നവർക്ക് അല്ലാഹു ഒരുപാട് പ്രതിഫലം തരുന്നുണ്ട്. ഒരുപാട് മഹാന്മാര് ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് മഹാന്മാര് നമ്മുടെ കുടുംബത്തിൽ നിന്ന് റജബ് മാസത്തിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ അല്ലാഹു അവർക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ മഹാന്മാര് പറയുന്നത്, മരണത്തെ കൊതിക്കണം പ്രിയമുള്ളവരെ. ഒരുപാട് മാസങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോ മരണം കൊതിക്കണ്ട മാസം ഏതോ റജബ് മാസമോ. ഒരുപാട് മഹാന്മാർ എൻ്റെ പ്രിയമുള്ളവരെ മൺമറഞ്ഞു പോയ മാസമാണല്ലോ. അബൂ ഹനീഫ തങ്ങൾ മൺമറഞ്ഞു പോയ മാസമാണല്ലോ. ശാഫിഈ ഇമാം മൺമറഞ്ഞു പോയ മാസമാണല്ലോ. അജ്മീർ ഖാജ മൺമറഞ്ഞു പോയ മാസമാണല്ലോ. ഹസനുൽ ബസ്രി തങ്ങൾ മൺമറഞ്ഞു പോയ മാസമാണല്ലോ. ഇമാം നബവി തങ്ങൾ മൺമറഞ്ഞു പോയ മാസമാണല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാണ്, ഒരുപാട് മഹാന്മാരെൻ്റെ പ്രിയപ്പെട്ടവരെ മൺമറഞ്ഞു പോയ മാസമാകുന്നു റജബിലുണ്ടല്ലോ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, റജബിന് മരണം തരണേ അല്ലാഹ്, റജബിന് മരണം തരണേ അല്ലാഹ്. എൻ്റെ പ്രിയമുള്ളവരോട് സ്നേഹത്തിന് ഞാൻ പറയുകയാണ്, അല്ലാഹുവേ ഈ മനോഹരമാകുന്ന സദസ്സുകളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ വീട്ടിലേക്ക് വിളിക്കാതെ വരുന്നു അതിഥിയാരോ സയ്യിദുനാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ. കടന്നു വരുന്നതോ നമസ്കരിച്ചവരാണോ, നോമ്പ് പിടിച്ചവരാണോ, നന്മകൾ ചെയ്തവരാണോ, സദഖകൾ കൊടുത്തവരാണോ, സകാത്തുകൾ കൊടുത്തവരാണോ എന്നോ നിന്റെ വീട്ടിലേക്ക് എൻ്റെ പ്രിയമുള്ളവരെ അസ്റായീലുണ്ടല്ലോ പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വരുന്നതോ നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, നന്മ ചെയ്യാതെ, സകാത്ത് കൊടുക്കാതെ, സദഖ കൊടുക്കാതെ, പള്ളിയിൽ ഉസ്താദിനെ തെറി പറഞ്ഞുകൊണ്ട് സുള്ളിയുടെ പരിസരത്തിലൂടെ നടന്നവരാണെങ്കിൽ നിന്റെ വീട്ടിലേക്ക് അസ്റായീൽ കടന്നു വരുന്നത് എങ്ങനാ? പേടിപ്പിക്കുന്ന മുഖമായിട്ട് അസ്റായീൽ കടന്നു വരികയാ. പടച്ചവരെ ദുർഗന്ധമുണ്ടല്ലോ പരത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അസ്റായീൽ കടന്നു വരികയോ. അസ്റായീൽ കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ നീയതോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്റായീലിനോട് പറയുകയാണ്, 60 വയസ്സുള്ള ഉപ്പമാരെ, 70 വയസ്സുള്ള ഉപ്പമാരെ, 80 വയസ്സുള്ള ഉപ്പമാരെ, 40 വയസ്സുള്ള പ്രിയമുള്ളവര്, 30 വയസ്സുള്ള പ്രിയമുള്ളവര്, 20 വയസ്സുള്ള ചെറുപ്പക്കാരോ, 15 വയസ്സുള്ള ചെറുപ്പക്കാരോ, എന്റെ പ്രിയമുള്ള ഉമ്മമാരെ,
നീയതോ കരഞ്ഞുകൊണ്ട് അസ്രായീലിനോട് പറയുകയാണ്, എനിക്കിനി ജീവിക്കണമെന്ന് പറയുകയാണ്. എനിക്കൊരു മണിക്കൂർ തന്നാലും, എനിക്കൊരു സെക്കൻഡ് തന്നാലും, മിനിറ്റ് തന്നാലും പടച്ചവന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കാമെന്ന് പറയുമ്പോ അസ്രായീൽ പറയുകയോ, വേണ്ടടോ വേണ്ടടോ, നിനക്ക് ആഫിയത്തില്ലടോ, ദീർഘായുസില്ലടോ, സമയമില്ലടോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായീൽ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചില ആളുകൾ സന്തോഷത്തോടെ പറയുകയാണ്, ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. പടച്ചവനെ, നീ അതാ സുള്ളിയുടെ പരിസരത്തുള്ള വീടിന്റെ അകത്ത് കിടന്നുകൊണ്ട് മരിക്കുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് നിന്റെ മരണ വാർത്തയുണ്ടല്ലോ വിളിച്ചു പറയുകയോ, നിന്റെ കൂട്ടുകാരെ കടന്നു വരികയാണ്, മാതാപിതാക്കള് കടന്നു വരികയാണ്, മക്കളതാ കടന്നു വരികയാണ്, കൂടെ പിറപ്പിങ്ങള് കടന്നു വരികയാണ്, അയൽവാസികൾ കടന്നു വരികയാണ്, പ്രവർത്തകരന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാണ്. പടച്ചവനെ, പള്ളിയിലെ ഉസ്താദ് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, ഇവൻ പാപമാണ് അല്ലോ, ഇവൻ പാപമാണ് അല്ലോ, സാധുവാണ് അല്ലോ, ഇവന് പുറത്തു കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യുകയാ. പ്രിയമുള്ളവരെ, നിന്നെ അതാ മയ്യത്ത് കുളിപ്പിക്കുകയാണ്, നിന്നെ അതാ കഫം പടവയിൽ പൊതിയുകയാണ്, നിന്നെ അതാ അത്തർ പൂശുകയാണ്. എന്നിട്ടതോ യഥാർത്ഥ വാഹനമേതോ, യഥാർത്ഥ വാഹനമേതോ സുള്ളിയുടെ പരിസരത്തിലൂടെ, കർണാടകയുടെ പരിസരത്തിലൂടെ ബെൻസിൽ സഞ്ചരിച്ചവര്, ഇന്നോവയിൽ സഞ്ചരിച്ചവര്, സ്കൂട്ടറിൽ സഞ്ചരിച്ചവര്, സൈക്കിളിൽ സഞ്ചരിച്ചവര്, ബസ്സിൽ സഞ്ചരിച്ചവര്, ട്രെയിനിൽ സഞ്ചരിച്ചവര്, വിമാനത്തിൽ സഞ്ചരിച്ചവര്, യഥാർത്ഥ വാഹനമേതോ അല്ലാഹുവേ സന്തൂക്കാണ് ചെറുപ്പക്കാരാ. പടച്ചവനെ, സന്തൂക്കിൽ ഇങ്ങനെ അത്തറ് പുരട്ടുകയാണ്, സന്തൂക്കിൽ ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ വീശുകയാണ്. എന്നിട്ടതോ നിന്നെ അതാ സന്തൂക്കിലേക്ക് കയറ്റി വെക്കുകയാണ്. നീ അതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് പേടിയാണ് ഖബറിലേക്ക് പോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോട് പറയുമ്പോ മക്കളെന്റെ പ്രിയമുള്ളവരെ മൈൻഡ് ചെയ്യൂല. അവരെന്താണ് പറയുന്നതെന്നറിയോ? ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവന്റെ പള്ളിയിലൊന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാണ്, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ പടച്ചവന്റെ പള്ളിയിൽ ഒരു വഖത്ത് പോലും കേറാത്തവര് നിന്നെ മയ്യത്തുണ്ടല്ലോ നിസ്കരിക്കുകയാണ്. എന്നിട്ടതാ പടച്ചവനെ ഖബറിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മെടക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറെന്ന് എഴുതി കാണിക്കുമ്പോ അറിയാതെ കരയണ ചെറുപ്പക്കാരാ. പടച്ചവരെ, അതുകൊണ്ട് റജബിൽ എന്നെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വിട പറഞ്ഞു പോയാൽ അവനിക്ക് ബറക്കത്തുണ്ടേ, അവനിക്ക് പ്രതിഫലമുണ്ടേ. അല്ലാഹുവേ, മരിക്കുമെങ്കിൽ റജബ് മാസത്തിൽ ഈമാനോടെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ സൗഭാഗ്യം തരണേ അല്ലാ, തരണേ റബ്ബേ. അതുകൊണ്ട് റജബിൽ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ കൊതിച്ചോ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചിലപ്പോ ഇന്ന് ഈ വഅല് പറയണ ഞാൻ ചിലപ്പോ നാളെ മരണപ്പെടാം. ചിലപ്പോ ഈ വഅല് കേൾക്കണം നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോ നാളെ മരണപ്പെടാം. അതാ പറയണത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ വിട പറയും. അല്ലാഹുവേ, പടച്ചവനെ, കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നൊമ്പരങ്ങളും നേരിട്ട് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കണത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കോളേജിൽ പഠിക്കാൻ പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ വെറുതെകിടാൻ മിക്ക സ്ഥലങ്ങളിലും കഴിയണില്ല. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് നീ നല്ല നല്ല രീതിയിൽ പടച്ചവനെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം താ അല്ലാഹ്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഏത് സമയത്തും വിട പറയാം. ചിലപ്പോ ഷഹീദാകാം, ചിലപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു അസുഖം ഉണ്ടാവൂല, ആക്സിഡന്റിലായിരിക്കാം വിട പറയണേ. ചിലപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും വന്നിട്ട് നമ്മളെ കുത്തി അങ്ങോട്ട് കൊല്ലുകയായിരിക്കും. ചിലപ്പോ നമുക്ക് പനി വന്നിട്ടായിരിക്കും മരിക്കണേ. ചിലപ്പോ ക്യാൻസർ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നിട്ടായിരിക്കും നമ്മൾ വിട പറയണേ. പഠിച്ചോനെ, പല സ്ഥലത്തും അതിന് പോകുമ്പോ ചില വീട്ടുകാർ ഉസ്താദെ ദുആ ചെയ്യണം ദുആ ചെയ്യണം ദുആ ചെയ്യണം എന്ന് പറയുമ്പോ നമ്മൾ ചോദിക്കുക എന്തേ? അപ്പം ചില ആളുകൾ പറയും ഉസ്താദെ ക്യാൻസർ ഉസ്താദെ, അല്ലെ കോവിഡ് പോലെ, ഒമിക്രോൺ പോലെ, മൈഗ്രെയിൻ പോലെ, തലവേദന പോലെ ക്യാൻസർ എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കല്ലേ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. മോനെ, ഖുർആൻ ഓദിക്കൂ. ഞാൻ പറഞ്ഞു ശഅബാൻ മാസം റമദാൻ മാസമൊക്കെ കടന്നു വരികയാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ വബല്ലിഅനാ റമദാൻ. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസ്സിയാമി, നോമ്പ് നോറ്റാൻ, വൽ ഖിയാമി നമസ്കരിക്കാൻ, വതിലാവത്തിൽ ഖുർആൻ. പഠിച്ചോനെ, ഖുർആൻ ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് താ അല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ ഉസ്താദ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയിൽ ഉസ്താദുമാര് ഈ 2 ദിവസം പള്ളിയിൽ 5 വഖത്തിന് ഉസ്താദുമാര് ദുആ ചെയ്തു അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ആമീൻ പറഞ്ഞവരുണ്ടോ? അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അപ്പോഴും ഈ ചങ്ങാതി നിർത്തണില്ലല്ലോ റബ്ബേ, ഈ ചങ്ങാതി നിർത്തണില്ലല്ലോ റബ്ബേ എന്നാ നമ്മുടെ ചിന്ത. ഉസ്താദ് 2 വരി കൂടുതൽ ദുആ ചെയ്താലേ നമുക്ക് നിർത്തിയിട്ട് പോയാൽ മതിയായിരുന്നു എന്നാ നമ്മുടെ ചിന്ത. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പള്ളിയില് മുമ്പത്തെ സഫിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ക്ലോക്ക് വെക്കാൻ പാടില്ല. പള്ളിയുടെ മുമ്പത്തെ സഫിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ക്ലോക്ക് വെക്കാൻ പാടില്ല. എന്തെന്നറിയോ? ഈ ചില ചങ്ങാതിമാര് പള്ളിയിൽ കടന്നു വന്നിട്ട് നിസ്കരിക്കാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റൽ ക്ലോക്കിലേക്കാണ് നോക്കല്. ഉസ്താദ് ഫാത്തിഹ ഇച്ചിരി കൂടിയിക്കണം, ഉസ്താദ് അത്തഹിയാത്ത് ഇച്ചിരി കൂടിയിക്കണം, ഇയാളെ പെട്ടെന്ന് തന്നെ പിരിച്ചുവിടണം എന്നാ ചില ചങ്ങാതിമാരുടെ ചിന്ത. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റജബ് മാസം ഒരുപാട് പ്രതിഫലമുള്ള മാസമാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, ഈ റജബ് മാസത്തിൽ ഈമാനോടെ വിട പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം താ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലിക്കട്ടെ. അതുകൊണ്ട് ഏത് സമയത്തും മരണത്തെ കൊതിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചുകൊള്ളുക, അല്ലെ? ഇന്നിപ്പം പത്രമാധ്യമങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്ന വചനം മുറുകെ പിടിച്ചവരാ ഞാനും നിങ്ങളും എല്ലാവരും. പക്ഷേ അത് മുറുകെ പിടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോ വളരെ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് സഹിക്കേണ്ടി വരും. എത്രയോ സമയങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ പോലും നമ്മള് നോമ്പ് പിടിച്ചവരായിരിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനും നമുക്കെതിരെ പല പ്രവർത്തനങ്ങൾ ചെയ്യാനും പലരും എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരും. ഞാൻ നിങ്ങളോട് ഈ റജബ് മാസത്തിൽ മരണത്തെ പ്രതീക്ഷിക്കാൻ, ഈ റജബ് മാസത്തിൽ മരണത്തെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി ഒരു കണ്ണുനീരിന്റെ ചരിത്രം, ഒരു കണ്ണുനീരിന്റെ ചരിത്രം, ഒരു കുടുംബത്തെ മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ ചുട്ടുകൊന്നൊരു ചരിത്രം. അല്ലാഹു റഹ്മാനെ, അല്ലെ? ഞാൻ ഈ വഅദ് പറയുമ്പോ നമ്മുടെ വീട്ടിലെ ചെറിയ പൈതലുകൾ ഉണ്ടാകും, ചെറിയ മക്കൾ. ആ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. നമ്മള് എത്രയോ വാഹന അപകടങ്ങൾ കാണുന്നതാ. ഈ വാഹന അപകടം എന്റെ പ്രിയപ്പെട്ടവരെ കാണുമ്പോ എത്ര ചെറിയ മക്കളാണെന്നറിയോ ആ വണ്ടിയുടെ ഇടയിൽപ്പെട്ടിട്ട് മരണപ്പെട്ടു പോകണം. അതാ മരണം എന്ന് പറയാം. ഏത് സമയത്തും വിട പറഞ്ഞു പോകാം. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരോട് സ്നേഹത്തിന് ഞാനൊരു ചരിത്രം പറയുകയാ. ഈ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ ഞാനതാ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരണമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, കരുതിക്കൊള്ളുക. ഏത് സമയത്തും എന്റെ പ്രിയമുള്ളവരെ വിട പറയുമെന്ന് ദാരിമി എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞത് വെറുതെയല്ല. ഒരു കുടുംബത്തെ മുഴുവനും കത്തിച്ചു കൊണ്ടിരുന്ന, ഒരു കുടുംബത്തെ മുഴുവനും കരിച്ചു കളഞ്ഞ് ഒരു ചരിത്രമുണ്ട് ചെറുപ്പക്കാരാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവര് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് സഞ്ചരിക്കുകയാ.
ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായിട്ട് സഞ്ചരിക്കുമ്പോ ഒരു ഖബറിന്റെ പ്രിയമുള്ളവര് കാണുകയാ. ആ ഖബറിൽ നിന്ന് പ്രിയമുള്ളവരെ സുഗന്ധത്തിന്റെ പരിമളമുണ്ടല്ലോ വീശുകയാ. പടച്ചവനെ പടച്ചവനെ, ആ ഖബറിൽ നിന്ന് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ വീശുമ്പോ റസൂലുള്ള ജിബ്രീലിനോട് ചോദിക്കുകയാണ്, ജിബ്രീലേ അതാരുടെ ഖബറാണ് ജിബ്രീലേ? ആ പള്ളിക്കാട്ടിൽ നിന്ന് മനോഹരമാകുന്ന സുഗന്ധമുണ്ടല്ലോ പരന്നു വരാനുള്ള കാരണമെന്തോ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, അതാരുടെ എന്നറിയോ? മാഷിത ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറാണ് നബിയേ. മാഷിത ബീവി റളിയല്ലാഹു അൻഹയുടെ 3 മക്കളുടെ ഖബറാണ് നബിയേ. ഈ മനോഹരമാകുന്ന ചരിത്രം എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഒരു മാറ്റം നമുക്ക് കടന്നു വരാനാണ്. ഇസ്ലാമിൽ എന്റെ പ്രിയപ്പെട്ടവരെ അടിയുറച്ചു നിൽക്കാനാണ്. ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നവര്, ഇസ്ലാമിനെ ആക്ഷേപിക്കുന്നവര്, റസൂലുള്ളയെ കുറ്റം പറയുന്നവര് നിങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഇസ്ലാമിൽ എന്റെ പ്രിയമുള്ളവരെ അടിയുറച്ചു നിൽക്കാനുള്ളൂ മനോഹരമാകുന്ന മാഷിത ബീവിയുടെ ചരിത്രമുണ്ടല്ലോ ഈ പരിശുദ്ധമാകപ്പെട്ട റജബ് മാസത്തില് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാ. മാഷിത ബീവി ആരെന്നറിയോ? മാഷിത ബീവി ആരെന്നറിയോ? ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ തെമ്മാടികളുടെ വീട്ടില് വേലക്കാരിയാണ് മോനെ. മാഷിത ബീവി എന്ന് പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടമാണ്. മാഷിത ബീവി എന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിം ആവുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ തൗഹീദിന്റെ വചനമുണ്ടല്ലോ മാഷിത ബീവി എന്റെ പ്രിയമുള്ളവര് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാ. ബഹുമാനപ്പെട്ട മാഷിത ബീവി എന്റെ പ്രിയമുള്ളവര് എന്ത് ചെയ്താലും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങുന്നത്. പാചകം ചെയ്താല് ബിസ്മി ചൊല്ലിയാണ് തുടങ്ങുന്നത്. പാത്രമെടുത്താല് ബിസ്മി ചൊല്ലിയാണ് തുടങ്ങുന്നത്. മുറ്റം തൂത്താല് ബിസ്മി ചൊല്ലിയാണ് തുടങ്ങുന്നത്. എന്ന് നന്മകൾ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ മാഷിത ബീവി എന്റെ പ്രിയമുള്ളവര് ബിസ്മി ചൊല്ലിയാ തുടങ്ങുന്നത്. ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട മാഷിത ബീവി ഉണ്ടല്ലോ ഫിർഔനിന്റെ മകളുടെ തലയുണ്ടല്ലോ ഈരാനായിട്ട് ചീപ്പുണ്ടല്ലോ എടുക്കുകയാ. ചീപ്പിങ്ങനെ എടുക്കുമ്പോ ആ ചീപ്പിങ്ങനെ തോടാന് വേണ്ടി എടുക്കുമ്പോ ആ സമയത്ത് മാഷിത ബീവി പറയുകയാണ്, ബിസ്മില്ലാഹ് ബിസ്മില്ലാഹ് എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മാഷിത ബീവി അതാ ബിസ്മി അതാ ഉറക്കെ പറയുമ്പോ ഫിർഔനിന്റെ മകളുണ്ടല്ലോ കേൾക്കുകയാ. ഫിർഔനോട് പരാതി പറയുകയാണ്, മാഷിത എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ടല്ലോ വേലക്കാരിയുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുകയാ. അല്ലാഹുവേ, മാഷിത ബീവി എന്റെ പ്രിയപ്പെട്ടവരെ ഫിർഔനുണ്ടല്ലോ ചോദ്യം ചെയ്യാനെ വിളിക്കുകയാണ്. എന്നിട്ടതോ പറയുകയാണ്, മാഷിത നീ ഇസ്ലാം സ്വീകരിച്ചോ? മാഷിത ബീവി എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, തളരാതെ പതറാതെ ഈമാനോടെ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മാഷിത ബീവിയോട് ഫിർഔനദാ പറയുകയാണ്, മാഷിത ഇസ്ലാമിൽ നിന്ന് മാറു മാഷിത എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മാഷിത ബീവി അതാ അടിയുറച്ചുകൊണ്ട് പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നെ പ്രിയമുള്ളവരെ മാഷിത ബീവി പറയുമ്പോ ഫിർഔൻ എന്റെ പ്രിയമുള്ളവരെ സഹിക്കാൻ കഴിയുന്നില്ല. പടച്ചവരെ, ഫിർഔൻ എന്താണ് ചെയ്തത്
ചെയ്തതെന്നറിയോ? ഫിർഔനന്റെ പ്രിയമുള്ളവര് ഒരു വലിയ ചട്ടിയുണ്ടല്ലോ, എടുക്കുകയാ. അതിലെന്നെ പ്രിയമുള്ളവരെ എണ്ണയുണ്ടല്ലോ, ഇടുകയാ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ എണ്ണയുണ്ടല്ലോ ചൂടാക്കുകയാ. എന്നിട്ട് എന്താണ് ചെയ്തതെന്നറിയോ? എന്താണ് ചെയ്തതെന്നറിയോ? മാഷിത ബീവിയുടെ 7 വയസ്സുള്ള പൊന്നുമോള് കൊണ്ടുവരികയാ. എന്നിട്ട് എന്റെ പ്രിയമുള്ളവരെ എണ്ണയിലേക്ക് ഫിർഔനുണ്ടല്ലോ എറിയുകയോ. പടച്ചവരെ, മാഷിത ബീവി കരയുകയാണ്, മാഷിത ബീവി സങ്കടപ്പെടുകയാണ്. മാഷിത ബീവിയോട് ഫിർഔനന്റെ പ്രിയപ്പെട്ടവരെ ചോദിക്കുകയാണ്, മാഷിത, ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സമ്മതമാണോ മാഷിത്തോ? സമ്മതമാണോ മാഷിത്തോ? ആ സമയത്ത് മാഷിത ബീവി എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഫിർഔനന്റെ പ്രിയമുള്ളവരെ തോറ്റുപോവുകയാണ്. മാഷിത ബീവിയുടെ 2ാമത്തെ മകളെയുണ്ടല്ലോ കൊണ്ടുവരികയാ. പടച്ചവരെ, മാഷിത ബീവിയുടെ മുമ്പിലൂടെ എണ്ണയിലേക്ക് 2ാമത്തെ പൊന്നുമോളയുണ്ടല്ലോ എണ്ണയിലേക്ക് ഫിർഔനുണ്ടല്ലോ എറിയുകയാ. പടച്ചവനെ, ആ ചെറിയ കുട്ടി എന്റെ പ്രിയമുള്ളവരെ എണ്ണയിൽ കിടന്നിട്ട് വേവുകയാ. മാഷിത ബീവി കരയുകയാ. മാഷിത ബീവി നൊമ്പരപ്പെടുകയോ. മാഷിത ബീവിയോട് വീണ്ടും അതാ ഫിർഔൻ ചോദിക്കുകയാണ്, മാഷിത, മാഷിത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ സമ്മതമാണോ? ആ സമയത്ത് പ്രിയമുള്ളവരെ മാഷിത ബീവി ചങ്കുറപ്പോടെ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ഫിർഔനുണ്ട് തോറ്റുപോവുകയോ. 3ാമതെന്റെ പ്രിയമുള്ളവരെ ഫിർഔനുണ്ടല്ലോ കൊണ്ടുവരുന്നത് ആരെയെന്നറിയോ? മാഷിത ബീവിയുടെ 7 മാസം പ്രായമുള്ള പൊന്നുമോനെ കൊണ്ടുവരികയാണ്. പടച്ചവരെ, എന്നിട്ടതാ മാഷിത ബീവിയോട് ചോദിക്കുകയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമ്പോ എന്നാൽ നിനക്ക് നിന്റെ പ്രിയപ്പെട്ട ചെറിയ മോനെ കിട്ടുമല്ലോ. ആ സമയത്ത് മാഷിത ബീവി എന്റെ പ്രിയമുള്ളവര് മാഷിത ബീവിയതാ കരയുകയാണ്. മാഷിത ബീവിയതാ നൊമ്പരപ്പെടുകയാണ്. മാഷിത ബീവിയതാ സങ്കടപ്പെടുകയാണ്. മാഷിത ബീവി എന്റെ പ്രിയമുള്ളവരെ വേദനിക്കുന്നത് കാണുമ്പോ ഫിർഔൻ എന്റെ പ്രിയമുള്ളവരെ കരുതുകയാണ്, മാഷിതയുണ്ടല്ലോ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് വരുമല്ലോ, 7 വയസ്സുള്ള പൊന്നുമോന് വേണ്ടി ഇസ്ലാമുണ്ടല്ലോ ഉപേക്ഷിക്കുമല്ലോ എന്നെ പ്രിയമുള്ളവരെ കരുതുമ്പോ സുബ്ഹാനല്ലാഹ്, മാഷിത ബീവി അതാ പറയുകയാണ്, ഇല്ല ഇല്ല. ഫിർഔനിന്റെ മുമ്പിൽ പതറാതെ മാഷിത ബീവി പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ മാഷിത ബീവി കരയുകയോ. മാഷിത ബീവിയുടെ മുമ്പിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ടവര് 7 മാസം പ്രായമുള്ള പൊന്നുമോനെ ഫിർഔനുണ്ടല്ലോ എണ്ണയിലേക്ക് എറിയുകയോ. പടച്ചവനെ, അല്ലാഹുവേ, മാഷിത ബീവി കരയുകയോ. പടച്ചവനെ, മാഷിത ബീവി എന്റെ പ്രിയപ്പെട്ടവര് എണ്ണയിലേക്ക് ഫിർഔനതാ എടുത്തെറിയാൻ പോകുമ്പോ മാഷിത ബീവി അതോ പറയുകയോ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതൊന്ന് സാധിച്ചു തരണമെന്ന് പറയുമ്പോ ഫിർഔൻ എന്റെ പ്രിയമുള്ളവരെ പ്രതീക്ഷിക്കുകയാണ് മാഷിത ബീവി ഇസ്ലാമിൽ നിന്ന് പുറത്തു വരുമെന്നാണ്. പക്ഷേ മാഷിത ബീവി പറയുന്നതെന്തോ, എന്റെ പൊന്നുമോന് കുടിച്ചിടുമ്പോ എന്റെയും കൂടി ആ കബറിടണേ എന്ന് പറയുകയാണ്. പടച്ചവനെ, മാഷിത ബീവി എന്റെ പ്രിയപ്പെട്ടവരെ കൊല്ലുകയാണ്. എന്നിട്ടതോ ആ 3 മക്കളെയും മാഷിത ബീവി ഒരേ കബറിൽ എന്റെ പ്രിയമുള്ളവരെ അടക്കുകയോ. എന്തിനാണ് ഈ ചരിത്രം ഞാൻ പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹിക്ക് സുഗന്ധത്തിന്റെ പരത്തിക്കൊണ്ട് മനോഹരമാകുന്ന കബറിൽ നിന്ന്
നിന്ന് മനോഹരമാകുന്ന സുഗന്ധമുണ്ടല്ലോ റസൂലുള്ള എന്നെ പ്രിയമുള്ളവരെ അനുഭവിച്ചത്. മാഷിത്താ ബീവി ഇസ്ലാം ഉണ്ടല്ലോ മുറുകെ പിടിച്ചത് കൊണ്ടാണ് ചെറുപ്പക്കാരാ, കർണാടകക്കാരെ, സുള്ളിയക്കാരെ, ഭരത ധരിക്കരുതേ എന്ന് പറയുമ്പോൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വെമ്പൽ കൊള്ളാ നിൽക്കുന്ന സുള്ളിയക്കാരോട് പറയുകയോ, 3 മക്കൾ എന്റെ പ്രിയമുള്ളവരെ നഷ്ടപ്പെട്ടപ്പോ മാഷിത്താ ബീവി പറഞ്ഞതെന്തോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 3 മക്കൾ വിട പറഞ്ഞു പോയി. അപ്പോഴും മാഷിത്താ ബീവി പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. മോളെ ബർദ ധരിക്കരുതേ. ഓ അതിനെന്താ, ഞങ്ങൾ ധരിക്കൂല. മോളെ കോളേജിൽ പോകല്ലേ? ഓ ഞങ്ങൾ പോകൂല, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ. പക്ഷെ മാഷിത്താ ബീവി പറഞ്ഞു, 3 മക്കൾ നഷ്ടപ്പെട്ടപ്പോഴും പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാ പറയണേ, മരണത്തെ കുതിക്കണം. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്.